നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മളെ അല്ലാതെ വേറെ ഒരു വ്യക്തികളെയും അറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആരെങ്കിലും കുറിച്ചിട്ട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാലോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാലോ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്നാണ്. ഇത് നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത്. അല്ലാതെ ഇത് മറ്റൊരാളെക്കുറിച്ച് പറയുകയാണെന്നായിരിക്കില്ല. നിങ്ങൾ അന്നേരത്തെ സമാധാനത്തിന് കുറേ ഇങ്ങനെ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ളവരെയോ ദ്രോഹിച്ചിട്ടുള്ളവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഒരാളെ നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ സബ് കോൺഷ്യസ് മൈൻഡിന് ഇത് അറിയില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും. ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഒരാളെക്കുറിച്ചിട്ട് പറയുകയാണ്, അയാൾ വളരെ നല്ലൊരു വ്യക്തിയാണ്, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ അപ്പോഴും സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് ഇത് നമ്മളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്വഭാവ രൂപീകരണമായിരിക്കും നമ്മളിൽ നടക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മോർ റീസൺസ് നമുക്ക് കണ്ടെത്തി തരും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഇപ്പോൾ അയാൾ സക്സസ്ഫുൾ ആണ് എന്നൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ നമുക്കും സക്സസ്ഫുൾ ആകാൻ യോഗ്യതയുണ്ട് എന്ന് കാണിക്കുന്ന കുറേ റീസൺസ് നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുതരും. അയാൾ വളരെ നല്ല വ്യക്തിയാണെന്ന് നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ നല്ല വ്യക്തിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന കുറേ റീസൺസും കുറേ ഇൻസിഡൻസും നമുക്കിങ്ങനെ റീകളക്ട് ചെയ്ത് തരും, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് തരും. അപ്പോൾ എന്താ പറയുക, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് കൂടും, നമ്മൾ നല്ലൊരു വ്യക്തിയാവും, നമ്മൾ സക്സസ്ഫുൾ ആവും. അതേസമയം മറ്റൊരു വ്യക്തിയെക്കുറിച്ചിട്ട് നമ്മൾ മോശം, അയാൾ വളരെ മോശമാണ്, എന്ത് നെഗറ്റിവിറ്റി ഉണ്ടോ അതെല്ലാം അയാളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് നമ്മളെക്കുറിച്ച് പറയുകയാണെന്ന് ചിന്തിച്ച് ഇതിനുള്ള റീസൺസും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് തരും. നമ്മളെ അതേപോലെ നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മളെ അങ്ങ് മാറ്റും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. അതാണ് മൈൻഡിൻ്റെ പവർ എന്നും പറയാം. അത് നല്ല യൂസ് ചെയ്തില്ലെങ്കിൽ ഏറ്റവും മോശമായിട്ട് ബാധിക്കാൻ പോകുന്നത് വേറെ ആരും ആയിരിക്കില്ല, നമ്മളെ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് വേർഡ്സ് ഹാവ് പവർ എന്ന് പറയുന്നത്. അത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടവും അതുപോലെ തന്നെ മോശം കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് ചിലപ്പോൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളുണ്ടാവാം, നമുക്ക് ഒരുപാട് സങ്കടം തന്നവർ, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവായിട്ട് കുറേ ബാധിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവാം. പക്ഷേ അവരെക്കുറിച്ചിട്ട് നമ്മളെപ്പോഴും പരാതി പറയുന്നതും നെഗറ്റീവ് പറയുന്നതും ഒക്കെ നിർത്തുക. കുറച്ച് നാളത്തേക്കെങ്കിലും നിർത്തുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കുറയും. നമ്മുടെ മൈൻഡ് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ, അല്ലെങ്കിൽ ഒരു വലിയൊരു നീണ്ട കാലത്തേക്ക് നമ്മൾ ഒരാളോടുള്ള ശത്രുതയാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നതെങ്കിൽ, അവരെക്കുറിച്ചുള്ള കുറ്റങ്ങളാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫായിരിക്കും പടിപടിയായിട്ട് താഴേക്ക് പോകുന്നത്. ഈ നമ്മളെ ഉപദ്രവിച്ചവരോ നമ്മളെ ദ്രോഹിച്ചവരോ ഒക്കെ അവർക്ക് അവരവരെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ലൈഫ് ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? നമ്മുടെ തോട്ട്സ്, നമ്മുടെ വേർഡ്സ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ മീറ്റ് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അവർ തുടങ്ങുന്നത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, മറ്റുള്ളവർ അവരെ ഇങ്ങനെ ദ്രോഹിച്ചു, അങ്ങനെ കാണിച്ചു, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ നീണ്ടു പോകുന്നത്. ഇതൊക്കെ പറയുമ്പോൾ അത്രയും ഇമോഷണലോട് കൂടി, അത്രയും ഫീലിങ്സോട് കൂടി ആയിരിക്കും നമ്മൾ പറയുക അല്ലേ. ഒരാളെക്കുറിച്ചിട്ട് ഒരു വിഷമം, പരാതി പറയുമ്പോൾ, അല്ലെങ്കിൽ സങ്കടം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ദേഷ്യപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. നമുക്ക് ഹാർട്ട് ബീറ്റ്സ് കൂടുന്നത് അറിയാം. അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാവും. അതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷിവർ ചെയ്യുന്നത് നമുക്ക് തോന്നി. ഷിവറിങ് അതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ പുറപ്പെടുവിക്കുന്ന ഒരു വൈബ്രേഷനാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്ത് വൈബ്രേഷനാണോ യൂണിവേഴ്സിലേക്ക് പോകുന്നത്, അതേ വൈബ്രേഷനുള്ള കാര്യങ്ങളായിരിക്കും നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ദേഷ്യവും വെറുപ്പും പകയും ഒക്കെയാണ് നമ്മൾ സർവ്വസമയവും നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വൈബ്രേഷൻ എങ്കിൽ, അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും പിന്നെയും നമ്മുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ചിലർ പറയില്ലേ, എല്ലാവരും എന്നെ ചതിക്കും, അല്ലെങ്കിൽ എനിക്കിത് തന്നെ എപ്പോഴും കിട്ടുന്നത്, ഞാനും മറ്റുള്ളവരോടത്ത് സ്നേഹം കാണിക്കും, പക്ഷേ എനിക്ക് തിരിച്ച് കിട്ടുന്നത് ഇങ്ങനെയാണ്, എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യക്തികൾ മാത്രം ആ ഒരു വ്യക്തിയെ തേടിയെത്തുന്നത്? കാരണം അവരുടെ മനസ്സിന് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വൈബ്രേഷനാണ്. അവരുടെ ബോഡിയിൽ നിന്ന് എപ്പോഴും ഈ ഒരു ദേഷ്യം, വിഷമം, പരാതി ഇതാണ് പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷനിലുള്ള ആളുകളും സാഹചര്യങ്ങളുമായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് തിരിച്ച് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറ്റുക? ഒരാൾ വിഷമിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അടുത്ത് വരുന്ന ആളും വിഷമിപ്പിക്കാനായിട്ട് ചാൻസസ് കൂടുതലായിരിക്കും. കാരണം അങ്ങനെയുള്ള വ്യക്തിയായിരിക്കും ഇയാൾ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഈ പരാതികളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെയാണ് പുറത്തു പോകുന്നത്. അപ്പോൾ അതുപോലെ പരാതികൾ ഉണ്ടാവാനുള്ള വ്യക്തികളായിരിക്കും പിന്നെയും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ചില നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവാം, ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ടാവാം, പക്ഷേ എന്തൊക്കെ ചെയ്താലും അതിലൊന്നും ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടുന്നില്ല, ഒരു സക്സസ് കിട്ടുന്നില്ല, പകുതി വഴിയിലെല്ലാം ഫെയിലായി പോകുന്നു, അല്ലെങ്കിൽ എല്ലാം നിർത്തിയിട്ട് പോകുന്നു. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ നമ്മൾ തന്നെ പറയാറുണ്ട്, ഒരു നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് പറയും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നുകിൽ അവരുടെ പർപ്പസ് അതായിരിക്കില്ല, അതൊന്നാമത്തെ റീസൺ. അതല്ലെങ്കിൽ അവർക്ക് അവരുടെ പർപ്പസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ കുറേ സങ്കടങ്ങൾ, കുഞ്ഞുനാൾ മുതലുള്ള വിഷമങ്ങൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ടാവാം, ഹീൽ ചെയ്യാതെ. ഇത് എപ്പോഴും ഓർത്ത് അവർ വറി ചെയ്യുന്നുണ്ടാവാം, വിഷമിക്കുന്നുണ്ടാവാം, ഈ ഒരു ദേഷ്യവും പകയൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് എപ്പോഴും ആരോടെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ബ്ലോക്കായിട്ട് ഇവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് മുന്നോട്ടുള്ള അവരുടെ ഗോൾസുകളൊന്നും നേടാൻ പറ്റാത്തത്. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കുമ്പോൾ, നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന സക്സസ് ഒക്കെ വളരെ സ്പീഡി ആയിട്ടായിരിക്കും നടക്കുക, പെട്ടെന്നായിരിക്കും നടക്കുക. അതിൽ സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമുക്ക് നമ്മളോട് ദ്രോഹം ചെയ്തവരൊന്നും പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റണം എന്നില്ല, അതൊരു ഹ്യൂമൻ നേച്ചറാണ്. പക്ഷേ എന്നാൽ പോലും മെയിനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത്, നമ്മളെ ദ്രോഹിച്ചിട്ടുള്ള ഒരാളെക്കുറിച്ച് ഒരു തോട്ട് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുക.
ഇതുപോലെ ഈ വാച്ച്മാനൊക്കെ നിൽക്കില്ലേ അകത്ത് എൻട്രൻസ്, ഇപ്പം ഇന്ന ആൾക്കാർക്ക് പ്രവേശനമുള്ളൂ, ഇന്ന ആൾക്കാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ട് വാച്ച്മാനൊക്കെ നിൽക്കുന്ന പോലെ നമ്മുടെ മൈൻഡിലും ഒരു വാച്ച്മാൻ ഉണ്ടായിരിക്കണം. എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സാണോ വരുന്നത് അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റണം. അതൊക്കെ വളരെ പ്രയാസമായിരിക്കും. നമുക്ക് ആ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ ഇങ്ങനെ ചെയിൻ റിയാക്ഷൻ പോലെയല്ല, ഒരു തോട്ട് വരുമ്പോൾ അടുത്തത് അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ 10 തോട്ട്സ് നെഗറ്റീവ് വരുന്നിടത്ത് ഒരു 7 കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ അത് മതി. അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 തോട്ട്സ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഇനി ചിന്തിക്കേണ്ട അതിനെക്കുറിച്ചിട്ട് എന്നവിടെ സ്റ്റോപ്പ് പറയാൻ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പറ്റിയാൽ അത് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ തോട്ട്സുകളെ കൺട്രോൾ ചെയ്യുക. നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് നിങ്ങളുടെ മൈൻഡിൽ വരുന്നത്, മറ്റുള്ളവരെ കുറിച്ചുള്ള മോശം കാഴ്ചപ്പാടുകളാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊരു സ്റ്റോപ്പ് ബട്ടൺ ഞെക്കുക. എന്നിട്ട് നല്ല തോട്ട്സിലേക്ക് പോവുക. നല്ല തോട്ട്സിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നെഗറ്റീവ് തോട്ട്സുകൾക്ക് ഒരു സ്റ്റോപ്പ് പറയുക, നിങ്ങൾ തന്നെ പറയാം. ഇതിപ്പോൾ നമ്മൾ ചിലരുണ്ട്, പക്ഷേ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്, എന്ത് കാര്യത്തിനും ഒരു നെഗറ്റീവ് കമൻറ്റെങ്കിലും വന്നിട്ട് പോകുന്ന ചില ആൾക്കാരുണ്ടല്ലോ. ചിലപ്പോൾ അതിൽ നെഗറ്റീവ് പറയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല ഒരു വീഡിയോയിൽ, പക്ഷേ എന്തെങ്കിലും അവർക്കൊന്ന് പറയണം എന്ന രീതിയിൽ വന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ്, അതായത് ഇത് വായിക്കുന്ന ആൾക്ക് വിഷമം വന്നോട്ടെ എന്ന രീതിയിൽ കമൻറ്റ് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതും ഒരു കാര്യം ഓർത്താൽ ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അവരങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, നമ്മൾ എഴുതുന്നതിനും ടൈപ്പ് ചെയ്യുന്നതും ആ വേർഡ്സിനും പവറുണ്ട്. ചിലർ പറയും, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പറയാറുണ്ട് അവർ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്ന്. വൈ? ബിക്കോസ് നമ്മൾ അങ്ങനെ എഴുതി വെക്കുന്ന കാര്യങ്ങൾക്കും പവറുണ്ട്. അപ്പോൾ നമ്മളൊരു കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഒരാളെക്കുറിച്ച് വളരെ മോശമായിട്ടൊരു സെൻറ്റൻസ് എഴുതിയിട്ട് നമ്മൾ വളരെ റിലാക്സേഷനോടുകൂടി അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. പക്ഷേ ഈ എഴുതി വെച്ച കാര്യം ചിലപ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അത് വളരെ പവർഫുള്ളാണ്. ഞാൻ ഒരുപാട് മെൻറ്റേഴ്സിൻ്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഒന്ന് എഴുതി വെച്ചതായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് സർപ്രൈസിംഗ്ലി അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട് എക്സ്പീരിയൻസ്. അപ്പോൾ അതാ പറയുന്നത്, നമ്മുടെ വേർഡ്സ് നമ്മൾ പറയുന്നതാണെങ്കിലും ചിന്തിക്കുന്നതാണെങ്കിലും എഴുതുന്നതിനൊക്കെ വളരെ പവർഫുള്ളാണ്. അപ്പോൾ നമ്മളിപ്പോൾ കമൻറ്റ് ബോക്സ്, നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് ബോക്സ് വായിക്കുന്നതാണെങ്കിലും ഇപ്പം ചിലർക്ക് ഇഷ്ടമാണ് മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ്സ് ഇങ്ങനെ കമൻറ്റ്സ് വായിച്ചു പോകാൻ ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ അവർ ആരെയും കുറിച്ച് നെഗറ്റീവ് പറയില്ല, പക്ഷേ അത് വായിച്ചു പോകാനായിട്ട് താല്പര്യമുള്ളവരുണ്ട്. അത് നമുക്ക് കമൻറ്റ് ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഓരോ നെഗറ്റീവ് കമൻറ്റ്സിന് വരുന്ന ലൈക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും പേര്, കാരണം അവർ ചിലപ്പോൾ ഒന്നും ടൈപ്പ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷേ അതിങ്ങനെ വായിക്കുന്നുണ്ടാവും. ഈ വായിക്കുന്ന കാര്യങ്ങൾക്കും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ താഴെയും പോയി കുറച്ച് നെഗറ്റീവ്സ്, ആൾക്കാരെ കുറിച്ച് കുറ്റം പറയുന്നതൊക്കെ വായിച്ച് പോവുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് എന്താ, ഇത് നമ്മളെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്, നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണെന്നായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കമൻറ്റ് ബോക്സിൽ ഇവൾ തീരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഒരു കമൻറ്റ്, അത് നിങ്ങൾ വായിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന കാര്യമാണെന്നായിരിക്കും നമ്മുടെ മൈൻഡ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു 10 കമൻറ്റ് ദിവസം നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ക്യാരക്ടറിനെ ആയിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യം, ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റ്സുകൾ മാക്സിമം വായിക്കാതിരിക്കുക. ഒരു വീഡിയോയ്ക്ക് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുവാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ചെയ്യാതിരിക്കുക. ചിലപ്പോൾ എന്തെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അറിയാനുള്ള കാര്യങ്ങളായിരിക്കും ആ വീഡിയോയിലുള്ളത്, പക്ഷേ അതിനൊരു നെഗറ്റീവ് കമൻറ്റ്സ് വരാൻ ചാൻസ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ മാക്സിമം ഒഴിവാകുക, അത് വായിക്കാതിരിക്കുക, അതിലേക്ക് പോകാതിരിക്കുക. പിന്നെ നെഗറ്റീവ് ന്യൂസുകൾ കേൾക്കാതിരിക്കുക. ഇപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നെ നമ്മൾ ലൈഫിൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു വലിയ റിസൾട്ട് നമുക്ക് കിട്ടാൻ തുടങ്ങും. ഒരു 1 വീക്കെങ്കിലും നിങ്ങൾ സ്വയം തീരുമാനിക്കാം, നെഗറ്റീവ് ന്യൂസ് കാണില്ല, നെഗറ്റീവ് കമൻറ്റ്സ് വായിക്കില്ല, നെഗറ്റീവായിട്ട് ആൾക്കാരെ കുറിച്ചൊന്നും പറയില്ല. കാരണം ഞാനിതൊക്കെ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്താൽ ഇത് എൻ്റെ ക്യാരക്ടറിനെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നൊരു തിരിച്ചറിവ് ഉണ്ടായാൽ തന്നെ നമ്മൾ കുറേയൊക്കെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും. ഞാൻ ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഒരു ദിവസം ഒരു 10 നെഗറ്റീവ് കമൻറ്റ്സ് വായിക്കുമ്പോൾ എൻ്റെ ബ്രെയിൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉപബോധ മനസ്സ് ചിന്തിക്കുന്നത് ഇത് എന്നെക്കുറിച്ച് തന്നെ പറയുന്നതാണ് എന്നാണ് നമ്മൾ തന്നെ ഒരു തിരിച്ചറിവുണ്ടായാൽ തന്നെ നമുക്കൊരു പേടി വരും അല്ലേ. എന്തെങ്കിലും ഒരു കമൻറ്റ്സ് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നും, ഇതെൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കാൻ പോകുന്നത് ഇത് എന്നെക്കുറിച്ച് ഞാൻ പറയുന്നതാണെന്നായിരിക്കും, അതുകൊണ്ട് എൻ്റെ സ്വഭാവം അതുപോലെ ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് ഇനി കാണില്ല, നെഗറ്റീവ് വീഡിയോസ് കാണില്ല. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് തെറ്റായ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വീഡിയോസും ഒരു കമൻറ്റ്സും ഒന്നും ഞാൻ കാണില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ നമ്മൾ കുറേയധികം മാനസികമായിട്ട് സന്തോഷം അറിയുന്ന ആൾക്കാരായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. നമുക്ക് സന്തോഷിക്കണമെങ്കിൽ ഇപ്പം സന്തോഷിക്കാൻ പല രീതികളുണ്ട്. ചിലർക്ക് സമ്പത്തുണ്ടെങ്കിൽ സന്തോഷിക്കുള്ളൂ, ചിലർക്ക് നല്ല ലൈഫ് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ സന്തോഷിക്കാൻ പറ്റുള്ളൂ, ചിലർക്ക് നല്ല കുടുംബമാണെങ്കിൽ സന്തോഷിക്കാൻ പറ്റുള്ളൂ, നല്ല ജോബ്, ആഗ്രഹിക്കുന്ന വീട്. പക്ഷേ സന്തോഷത്തിന് വേറൊരു തലം കൂടിയുണ്ട്. നമ്മുടെ മനസ്സിൽ ആരോടും ദേഷ്യവും വെറുപ്പും പകയും ഒന്നുമില്ലാതെ നല്ലൊരു മനസ്സിനുടമയായിട്ടിരുന്നാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ പറ്റും. എല്ലാത്തിലും ബ്യൂട്ടി കാണാൻ പറ്റും, എല്ലാത്തിലും സന്തോഷം കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ആരോടും ദേഷ്യമില്ല, ആരോടും വെറുപ്പില്ല, ആരെയും കുറിച്ചും നമ്മൾ ജഡ്ജ് ചെയ്യില്ല, നമുക്ക് നമ്മളോട് സ്നേഹം മാത്രമേ ഉള്ളൂ, മറ്റുള്ളവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഇതെന്ന് പറയുന്നത് നമ്മളും ഈ യൂണിവേഴ്സുമായിട്ട് അലൈൻമെൻറ്റിലാവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഇങ്ങനെ അലൈൻമെൻറ്റിലാവണമെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ പകയോ ഒക്കെ ഉണ്ടെങ്കിൽ പതുക്കെ ഒരുപാട് സ്പീഡിൽ ഇത് നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ വർഷങ്ങളായിട്ട് ലോഡ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് ഓരോന്നൊക്കെ, അത് നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. പതുക്കെ സമയം എടുത്ത് മനസ്സിൽ നിന്ന് അതൊക്കെ മാറ്റി കളയുക. അതിൽ ഒരു ടെക്നിക്ക്, ഞാൻ പഠിച്ചൊരു ടെക്നിക്കാണ്, നമ്മളൊരു ലെറ്റർ എഴുതിയിട്ട് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമോ വിഷമമോ വെറുപ്പോ ഉണ്ടെങ്കിൽ ഒരു ലെറ്ററിൽ അതൊക്കെ ഫീലിങ്ങോട് കൂടി എഴുതിയിട്ട് അതൊന്ന് കത്തിച്ച് കളയാം. അത് ലെറ്റർ എഴുതിയിട്ട് നിങ്ങൾ അതുപോലെ കൊണ്ട് എവിടെയും മടക്കി വെക്കുകയൊന്നും ചെയ്യേണ്ട. നെഗറ്റീവായിട്ട് എഴുതുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ സൂക്ഷിച്ച് വെക്കരുത്. അതുപോലെ നിങ്ങൾ നെഗറ്റീവായിട്ട് എഴുതുന്ന ഒരു കമൻറ്റ് നിങ്ങൾ എഴുതിയിട്ടങ്ങ് പോകും, അത് വർഷങ്ങളോളം, ചിലപ്പോൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയാൽ അത് എന്തെങ്കിലും ദ്രവിച്ച് പോകും, നഷ്ടപ്പെട്ടു അങ്ങനെ പോകും. പക്ഷേ ഒരു കമൻറ്റിൽ നിങ്ങൾ നെഗറ്റീവായിട്ടൊരു സെൻറ്റൻസ് എഴുതിയാൽ അതവിടെ തന്നെ മായാതെ നിലകൊള്ളും അല്ലേ. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഉണ്ട്, അതായത് ആരോഗ്യപരമായിട്ട് ഒരാളെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ വിമർശിക്കുക, അത് ഓക്കെയാണ്. പക്ഷേ അങ്ങനെ അല്ലാതെ
ഒരാവശ്യവുമില്ലാതെ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അതിൻ്റെ സത്യം എന്തെന്ന് അന്വേഷിക്കാതെ ഒരാളെ വിമർശിക്കുക, വളരെ മോശമായിട്ടുള്ള, അതായത് നല്ല രീതിയിൽ മാന്യമായിട്ട് നമുക്കൊരു കാര്യത്തെ പ്രതികരിക്കാം, പക്ഷേ മാന്യത ഇല്ലാത്ത രീതിയിൽ പ്രതികരിക്കുക, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക, ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ചിലർക്ക് ഡയറി എഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ അവർ അവരുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ഒക്കെ ഈ ഡയറിയിൽ എഴുതി വെക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെ വെക്കുന്നതും വളരെ നമുക്ക് നെഗറ്റീവായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് ജീവിതത്തിൽ അന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ നെഗറ്റീവ്സ് ആയിരിക്കും ചിലപ്പോൾ ഡയറി തുറന്നാൽ കൂടുതലുണ്ടാവുക, എല്ലാ വിഷമങ്ങളും. എന്നിട്ട് ഇത് തന്നെ എടുത്ത് ഇടയ്ക്ക് വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കപ്പോൾ സങ്കടത്തിൽ നിന്ന് ഒഴിഞ്ഞ ഒരു സമയം ഉണ്ടാവില്ല, എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാനേ സമയം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഡയറി എഴുതുന്നവരും സൂക്ഷിക്കുക. മാക്സിമം നിങ്ങളുടെ ഡയറിയിൽ ഒരു നെഗറ്റിവിറ്റിയും, ഒരു കഴിഞ്ഞ സംഭവത്തിൽ, കഴിഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിൽട്ടോ വിഷമങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഇതൊക്കെ ഇങ്ങനെ ഡയറിയിൽ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ പിന്നെയും അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഡയറി എഴുതുന്നവരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങൾ നിങ്ങൾ ആ ഡയറിയിൽ എഴുതി വെക്കുക. ഓരോ ദിവസത്തിലും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഹാപ്പി മൊമെന്റ്സ് എഴുതിയെടുക്കുക. ഇപ്പം വീട്ടിൽ തന്നെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നവർ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന നമ്മൾ ആരെയും കാണുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലിരിക്കുന്നു, വീട്ടുപണികൾ ചെയ്യുന്നു, എന്താണ് ഇതിൽ വലിയ സന്തോഷിക്കാൻ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ അതിലും ഉണ്ടാവും ഇപ്പോൾ മക്കളുമായിട്ട് കുറച്ച് നേരം കളിക്കാൻ പറ്റി, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, അത് എഴുതി വെക്കാം. അല്ലെങ്കിൽ നല്ലൊരു മൂവി വാച്ച് ചെയ്യാൻ പറ്റി, അത് എഴുതി വെക്കാം. ഒരു നല്ല പാട്ട് നിങ്ങൾ ആസ്വദിച്ചു, അത് എഴുതി വെക്കാം. അങ്ങനെ ചെറിയ മൊമെൻറ്റ്സ് ആണെങ്കിലും ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സുകൾ എഴുതി വെക്കാം. നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പറ്റി കുറേ നാളുകൾക്ക് ശേഷം, അങ്ങനെ എന്തും നല്ല കാര്യങ്ങളാണെങ്കിൽ, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിൽ നന്ദി തോന്നുന്ന കാര്യങ്ങൾ എഴുതി വെക്കാം. അങ്ങനത്തെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും, എല്ലാ സങ്കടങ്ങളും, പഴയത് മുൻപുണ്ടായതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ അതൊക്കെ നമ്മളെ നെഗറ്റീവായിട്ട് ഒത്തിരി ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് എന്തെങ്കിലും തീരാത്ത സങ്കടങ്ങൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടലാസിൽ എഴുതിയിട്ട് അപ്പോൾ തന്നെ അത് കത്തിച്ച് കളയുക. ഒരിക്കലും സൂക്ഷിച്ച് വെക്കരുത്. അപ്പോൾ തന്നെ അത് കത്തിച്ച് കളയുക. കത്തിച്ച് കളയാൻ സൗകര്യം ഇല്ലെങ്കിൽ ഒന്ന് ഫ്ലഷ് ചെയ്ത് കളയുക. അപ്പോൾ തന്നെ നമുക്കിതൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു എത്ര പ്രാവശ്യം നമ്മൾ എഴുതുമ്പോഴാണോ നമുക്കത് കംപ്ലീറ്റ്ലി നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നത്, അതുവരെയും പല ദിവസങ്ങളിലായിട്ട് അങ്ങനെ എഴുതി കത്തിച്ച് കളയുകയോ ഫ്ലഷ് ചെയ്ത് കളയുകയോ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവും. ഇത് ഒരുപാട് മെൻറ്റേഴ്സ് അവരുടെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്തിട്ട് ഭയങ്കര റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ അനുഭവങ്ങൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്തിട്ട് അവർ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ട്രോമ പതുക്കെ അവർ അതിൻ്റെ വിഷമത്തിൽ നിന്നും ഫുൾ കരകയറി ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് സക്സസ് സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിത് ഒരുപാട് റിസൾട്ട് എന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഒരു തവണ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വിഷമങ്ങൾ മാറണമെന്നില്ല. എപ്പോഴാണോ നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആവുന്നത് അതുവരെയും ഇത് സ്ഥിരമായിട്ട് എഴുതി ഇങ്ങനെ കത്തിച്ച് കളയാം. അതൊരു ഭയങ്കര റിസൾട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഡെയിലി നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ, ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, മറ്റുള്ളവരെ ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കുക. നിങ്ങളുടെ തോട്ട്സിനെ കുറിച്ച് അവെയർ ആയിരിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സുകൾ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് തോന്നുന്നത്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എഴുതുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു നല്ലൊരു മൂവി കാണുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് ഒരു സമാധാനവും സന്തോഷവും തോന്നുമെങ്കിൽ അത് ചെയ്യാൻ നോക്കുക. അറ്റ് ദ സെയിം ടൈം അതിലൂടെ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യണം. ഇപ്പോൾ മൂവി കാണുന്നവർ ചിലർ ദിവസം 2, 3 അതൊരു പാഷനായിട്ട് എടുക്കുന്നവരും ഒക്കെയാണ്. അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാകും. പക്ഷേ അതൊരു പാഷൻ അല്ല. പക്ഷേ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ദിവസം കുറേ മൂവീസും കുറേ സോങ്സും അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു പ്രൊഡക്റ്റീവ് അല്ലാണ്ട് മാറിപ്പോകും അല്ലേ. അപ്പോൾ നമ്മുടെ മനസ്സമാധാനത്തിനും സന്തോഷത്തിനും വേണമെങ്കിൽ കുറച്ച് പാട്ടുകൾ, ഒരു മൂവിയൊക്കെ കാണുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ അതൊരു അഡിക്ഷൻ പോലെ വേറെ ഒന്നും ചെയ്യാനില്ല, എനിക്കിത് മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകാതിരിക്കുക. ദിവസത്തിലൊരു 10 മിനിറ്റെങ്കിലും നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ആ ഒരു 10 മിനിറ്റ് ഭയങ്കര വാല്യുബിൾ ആണ് കേട്ടോ. ആ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡോപ്പമിൻ ബൂസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഞാനിത് ചെയ്തു എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. ആ ഒരു സന്തോഷം മതി നെക്സ്റ്റ് ഡേയും നിങ്ങൾക്ക് അത് ചെയ്യാനും, അല്ലെങ്കിൽ തുടർന്ന് നിങ്ങളുടെ മുന്നോട്ടുള്ള ദിവസത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ട് മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവർത്തികളെയും നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാനസികമായിട്ട് നമുക്ക് ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ തോന്നും. അതുകൊണ്ട് ഇനി മുതലെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊക്കെ വളരെ അവെയർ ആയിട്ടിരിക്കുക. എങ്ങനെയുള്ള ഒരു പേഴ്സണായി നിങ്ങൾ മാറണോ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു യൂസും ഇല്ലാതെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം എന്തെങ്കിലുമൊക്കെ മനസ്സിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു പ്രകൃതമായിട്ട് മാറരുത്. അത് നമ്മുടെ ലൈഫിനെ ഭയങ്കര ഒരു തീരാ നഷ്ടത്തിലേക്കാണ് കൊണ്ടെത്തിക്കാറ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ കേൾക്കുക, നല്ല കാര്യങ്ങൾ സംസാരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. താങ്ക് യു.